ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാ ഞാൻ ഒരു വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ പോയതാണ്. ഞാൻ നല്ലൊരു ഉറക്കം ഉറക്കി കേട്ടോ. എനിക്ക് കൊണ്ട് ഒരു 3-4 മണിക്കൂർ നല്ലപോലെ കിടന്നുറങ്ങി. ഇപ്പൊ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. 8 മണിക്ക് ഞാൻ എണീച്ചു. ഇവരെല്ലാവരും ഇപ്പോൾ എൻ്റെ സ്വന്തം ഫാമിലി പോലെയായി. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ഓരോ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓരോ ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി തോന്നിട്ട് കഴിക്കും എന്ന് പറഞ്ഞിട്ട് തരുവാണ് കേട്ടോ. ഹലോ ഹോലാ. സോ ഇത് ആളുടെ മോനാണ് കേട്ടോ. ഇത് ആരാന്ന് ഞാൻ ചോദിച്ചില്ല. ഓക്കെ, അപ്പോൾ അവരിത് എന്തൊക്കെയോ ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്കിത് ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നേക്കണത് ഒരു ഫുൾ പാത്രം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്ര മേടിച്ചിട്ടുള്ളത്. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. റൈസും ശർക്കരയും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതെന്താ ഡേറ്റ്സ് ആണോ? അങ്ങനെയാണ് കാണാൻ. കഴിച്ചോട്ടെ, ഞാനിതാ കഴിച്ചോട്ടെ കേട്ടോ. പഞ്ചാബി സോങ്ങെല്ലാം എന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കട്ടെ ഇന്ത്യയിൽ നിന്ന്. കേക്ക് പോലെ ഉണ്ട്, എന്തോ ഒരു ഡെസേർട്ടാണ്. ബട്ട് ഒരുപാട് സ്വീറ്റ് അല്ല കേട്ടോ, പക്ഷെ കൊള്ളാം. എനിക്ക് വേറെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ റൈസ്, പ്ലംസ്, റൈസിൻസ്, പീനട്ട്, ബ്രെഡ്, ബ്രൗൺ ഷുഗർ, സിനമൺസ്, ഇത്രയും സംഭവങ്ങളാണ് അതിലുള്ളതെന്ന് പറയുന്നത്. എന്തൊക്കെയോ ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എനിക്ക് ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, ഒരു വലിയ ഫിഷും അതിൻ്റെ കൂടെ ഒരു ചെറിയ ഫിഷും. ആഹാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് എന്ന് പറഞ്ഞ് ഞാൻ. അപ്പം ഇനി ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് തന്നെ എനിക്ക് ലാവിഷാണ്. ആഹാ, ഇത് മറ്റേ അതിൻ്റെ സോസ് അതായത് എനിക്ക് തന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. സാൽസ. പിന്നെ ഇത് മെയിനാണ്, നമ്മളെ എന്താ ടോട്ടിയാസ് എന്നൊരു പറയുന്നത്. ടോട്ടില അത് ഫ്ലോർ വെച്ചിട്ടുണ്ടാക്കും. പിന്നെ എന്താ പറയാ, നമ്മളെ മെയ്സ് വെച്ചിട്ടുണ്ടാക്കും. മെയ്സ് വെച്ചിട്ടാണ് കൂടുതൽ അവരുണ്ടാക്കുന്നത്. അത് ഹെൽത്തിയാണ്. ഞാൻ ചോദിക്കുമായിരുന്നു അവര് കഴിക്കുന്നില്ലേന്ന്. അപ്പൊ അവർ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർ ആ ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതും എനിക്ക് തന്നു എന്നുള്ളൂ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അവർ തരുമായിരുന്നുള്ളൂ. ഞാൻ എന്താ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫ്രഷാണ്. ഇവർ തന്നെ പോയി പിടിച്ചിട്ട് കൊടുന്ന ഫിഷാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, പുള്ളിക്കാരി ഹൗസ് വൈഫാണ്. പിന്നെ ഹസ്ബൻഡ് ഫിഷർമാനാണെന്ന്. അപ്പോൾ ആള് തന്നെയാണ് ഇത് പിടിച്ചു കൊടുന്നതെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് പറയുന്നൊക്കെ കൂടുതൽ ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന്. കാരണം ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച്. ഗ്രാസിയസ്. നേരത്തെ കണ്ടില്ലേ ഒരു പുള്ളിക്കാരനെ, ആൾക്ക് 20 വയസ്സുള്ളൂ. അപ്പോൾ ആള് ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്നുണ്ട്, ചെറിയൊരു കവറൊക്കെ ആയിട്ട്. ഞാൻ വെച്ചാൽ എവിടെ പോണെന്ന്. അപ്പോൾ ആൾ ഒരു ഉറങ്ങാൻ വേണ്ടി പോകാൻ. ഞാൻ പറഞ്ഞാൽ ഏത് വീട്ടിൽ താമസിക്കുന്നത് ഇവിടെയല്ലേ? അല്ല, വേറെ വീട്ടിലാണ്. കല്യാണം കഴിഞ്ഞാൽ വേറെ വീട്ടിൽ താമസിക്കുന്നത്. 20 വയസ്സുള്ള പയ്യന് കല്യാണം കഴിഞ്ഞാൽ വേറെ വീട്ടിലാട്ടോ താമസിക്കുന്നത്. അപ്പം എനിക്ക് എത്ര വയസ്സായെന്ന് വെച്ചാൽ ഞാൻ 25 വയസ്സായി, 26 വയസ്സാവാനായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലേ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നു. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. ഇവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. വീണ്ടും അവരെൻ്റെ അടുത്ത് കുറേ ദിവസം നിൽക്കാം, ഇതെൻ്റെ വീടാന്നൊക്കെ പണ്ട് കാണിക്കണം. നോക്ക്, യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് മെനി ഡേയ്സ് യു വാണ്ട്, ആസ് മെനി ഡേയ്സ് യു ലൈക്ക്, ഹിയർ ഈസ് യുവർ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആദ്യം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ വേറെ പറഞ്ഞേക്കാണ്. ഇവർക്ക് 2 പെൺമക്കളാണ് കേട്ടോ ഉള്ളത്. നേരത്തെ ഞാൻ വിചാരിച്ചത് അത് മോനാണ് എന്നാണ്. ഞാൻ ഗസ് ചെയ്തതാണ്, എനിക്കറിയില്ലായിരുന്നു. ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ടായില്ല. കുറേ നേരം നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു, ഇത്ര നേരമായിട്ട് 2 മണിക്കൂറായിട്ട്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞ് നേരത്തെ കണ്ടത് പുള്ളിക്കാരി, അതായത് പുള്ളിക്കാരി ഹസ്ബൻഡിൻ്റെ, അതായത് ഈ വ്യക്തിയുടെ സിസ്റ്ററിൻ്റെ മോനാണ് ആ 20 വയസ്സുള്ള പുള്ളിക്കാരൻ. പിന്നെ 2 മക്കളുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് 2 പേരും വേറെ സ്ഥലത്താണ്. ഇപ്പോൾ ഇവർ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ വേറെ വീടെടുത്ത് താമസിക്കും. അതാണായാലും പെണ്ണായാലും. കല്യാണം കഴിഞ്ഞാൽ എസ്പെഷ്യലി അവർ 2 പേരും കൂടെ വേറെ വീടെടുത്ത് താമസിക്കും. അപ്പോൾ ഇവർ 2 പേരും ഉള്ളൂ. പിന്നെ 2 പെൺമക്കളായതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നോട് കൂടുതൽ സ്നേഹം. ലൈക്ക് അവർക്ക് ആ മോളെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോളെ പോലെ കാണ്, സ്വന്തം വീട് പോലെ കാണുന്നല്ല. വീണ്ടും കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞേക്കാണ് 9 മാസമുള്ളപ്പോൾ പുള്ളിക്കാരൻ്റെ സിസ്റ്റർ കൊച്ചിനെ തന്നിട്ട് പോയി.
അപ്പോൾ ഇപ്പോൾ 23 വയസ്സായി. ഇപ്പോൾ വേറെ സ്ഥലത്താണിപ്പോൾ. പക്ഷെ അമ്മ അച്ഛ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അവർ പ്രസവിച്ചല്ലെങ്കിലും മകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ 3 മക്കളുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ ഫുഡടിയാണ്. ഫിഷാണ് കഴിക്കുന്നത്. ഫിഷ് ഫ്രൈ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിഷ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരും ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അവരും ഫിഷ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഫിഷിങ് ചെയ്യുന്നതുകൊണ്ട് അവർ ഫിഷാണ് ഫുൾ മെയിൻ. എനിക്കാണെങ്കിൽ ഫിഷ് എത്ര കഴിച്ചാലും മടുക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ, എന്താ പറയുക, സ്പാനിഷ് അറിയുന്ന ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് അവരൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇവിടെയുള്ള സ്ഥലമൊക്കെ അവർ എന്നെ കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അടിപൊളി ആൾക്കാരാണ് കേട്ടോ, നല്ല സ്നേഹമാണ്. ഇവിടെ നല്ല ഫ്രഷ് പാരയ്ക്കെല്ലാം അവർ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ കുളിക്കണം, എൻ്റെ ഡ്രസ്സ് അലക്കണം, ഫുള്ള് ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം കുറച്ച് ദിവസമായി കണ്ടിന്യൂസ്ലി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാം ഇവിടെ സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സമയം ഇപ്പോൾ ഈ ഒരു ടൈം, അതായത് 10-11 മണിയായിട്ടുണ്ട്. ഈ ടൈമിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഒരു 36 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത്. ഫീൽസ് ലൈക്ക് 38. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഗ്രാമവും ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉരുകിപ്പോവും. ഞാനിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പുള്ളിക്കാരിയായിട്ട് ഓരോന്ന് സംസാരിക്കുക കേട്ടോ. അപ്പം ഞാൻ നാളെ രാവിലെയാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ജസ്റ്റ് ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം എൻ്റെ അടുത്ത് പറയാം, ഡോണ്ട് എവർ ലീവ് ഫോർ മീ എന്ന്. അതായത് പോവേ വേണ്ട എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് വരില്ല. ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നോട്. ഞാൻ പോയിട്ട് കുളിക്കട്ടെ, അപ്പോൾ നല്ല ചൂടുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാവും. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സമാധാനമുണ്ട് ഇപ്പോൾ. പിന്നെ എന്നെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാ. എന്താ? ഓ, ഫിഷ്. ഓക്കെ, അവരുടെ കുറേ ഫിഷ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഇവർ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചത്തെ ഫുഡ് ഇവർ കഴിച്ചു കഴിഞ്ഞു, എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകണം. കുറേ നേരമായി അവർ കഴിച്ച് കഴിഞ്ഞിട്ട്. ഇത് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് എന്തോ സംഭവം ഇനി ഉണ്ടാക്കാനാന്ന് തോന്നുന്നു. ഇനി എനിക്ക് വേണ്ടിയായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം കുറേ പുതിയ എന്തൊക്കെയോ ഡിഷസ് അവർ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തോ ഒരു വലിയ ഫിഷാണ്. വലിയ ഫിഷ് ഇങ്ങനെ കട്ട് ചെയ്തേക്കാണ് കണ്ടോ. കട്ട് ചെയ്ത് വര ഇടുന്നുണ്ട്. എന്തുണ്ടാക്കാനാന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഫിഷ് ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നൊക്കെ തീർന്നെന്ന് തോന്നുന്നുണ്ട്. അതെ, അവരിങ്ങനെ ഫിഷ് ചെയ്ത് വന്നിട്ട് ഇതുപോലെ ഫ്രിഡ്ജ് പോലെ സ്റ്റോർ ചെയ്യുന്ന ഞാൻ തോന്നുന്നുണ്ട്. ഫിഷ് നോ. ഓക്കെ ഓക്കെ വൈകുന്നേരം അവര് പിടിച്ചിട്ട് കൊണ്ടുവരും. എനിക്കിപ്പോൾ ആക്ഷനിൽ മനസ്സിലായി. കാരണം ഇന്നലെ ഇന്നും ഫുൾ ആക്ഷനിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കുറേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിക്കും, പിന്നെ അത്യാവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ആക്ഷൻ സംസാരിക്കും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മതി. ഞാൻ കഴിക്കാൻ പോകുന്നത് ടോട്ടിലുണ്ടല്ലോ, അതിൻ്റെ ഡ്രൈ വേർഷനാണ്. അത് ഉണക്കിയിട്ടുള്ളതാണ്. കണ്ടോ, അങ്ങനെ ഡ്രൈ ക്രിസ്പി ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഇതെടുത്ത് ഇങ്ങനെ ഇടുക. എന്നിട്ട് സോസ് ഉണ്ട്, സോസ് ഒഴിക്കുക, അത് കഴിക്കുക. അത്രേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ കുക്കുംബറും ക്യാരറ്റും ഫിഷും ഇട്ടിട്ടുള്ളൊരു സാലഡ് പോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഉണ്ടാവുക. ഇതെല്ലാം വേറെ എന്തോ ചെമ്മീനിൻ്റെ എന്തോ ഒരു പൊക്കോട പോലത്തെ ഒരു സാധനം അവരുണ്ടാക്കിയേക്കാണ്. ഇതൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാവിലെയൊക്കെ പറയുന്നുണ്ടായി ഞാൻ ഗസ്റ്റാണ്, ഗസ്റ്റുകൾ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായി. ഇത് ചെമ്മീൻ ഉണക്കച്ചെമ്മീനാണെന്ന് തോന്നുന്നു. ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവറാണ് അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കഴിക്കുക. ഇങ്ങനെ ഇട്ടിട്ട് നൈസാ, നല്ല ക്രിസ്പിയാ. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ അലക്കാൻ പോവാണ് ഞാൻ. അതായത് സാധാരണ ഞാൻ വാഷിംഗ് മെഷീൻ എവിടെയെങ്കിലും കിട്ടും, വാഷിംഗ് മെഷീനിലിട്ട് അലക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അലക്ക് കല്ലിലിട്ടിട്ട് അലക്കിയിട്ട് കുറേ നാളായി. ഞാനെന്താ ഇത്ര നേരം ഞാനിവിടെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു. കുറേ അഴുക്കുണ്ട്. ഇതിപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നത്തെയാ. അപ്പം ലാസ്റ്റ് ഞാൻ അവിടുന്ന് അലക്കിയായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ചിട്ട് ഇത്രയും 3 ദിവസത്തെ ഉള്ളത് ഉണ്ടോ, അത്യാവശ്യം ഉണ്ട്. 3 ദിവസത്തെ ആയാലും ഡ്രസ്സ് വീട്ടിലിട്ടതും അല്ലാത്തതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. ബ്രഷൊക്കെ ആയിട്ടതേ അലക്കിക്കൊണ്ടിരിക്കട്ടെ. മറ്റേ സിനിമയിലെ പോലെ സായിപ്പേ സായിപ്പേ മൊട്ടത്തലിയൻ സായിപ്പേ ഓപ്പോടെ റോക്കി വൈ ആണ് കേട്ടോ.
ബൈ റോക്കി, ബൈ ബൈ ബൈ. കളിക്കണല്ലേ, തുറന്നു വിടണം അതിനെ, പാവം കെട്ടിയിട്ടേക്കും കേട്ടോ. ടാറ്റാ, ബൈ ബൈ റോക്കി, ബൈ. നമ്മളിതേ പുറത്തേക്ക് പോവാണ് കേട്ടോ, ജസ്റ്റ് ഈ വില്ലേജൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈവനിങ് ആയി, ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് കുറവുണ്ട്. അപ്പം അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങി. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ വടിയൊക്കെ എന്തിനാന്ന്. അപ്പതേ ഇവിടെ കുറേ ഡോഗ് കണ്ടോ, ആ ഡോഗ് അതുപോലത്തെ ഡോഗിനെ കടിക്കാനാണ്. കുറേ ഡോഗ്സ് ഉണ്ട് പോണ വഴിയിലല്ലോ, നമ്മളെ പുറകെ വരൂ. ഇതേ വരുന്നു, പാവം കേട്ടോ. പക്ഷേ പുള്ളിക്കാരി കയ്യിൽ കോലൊക്കെ എടുത്തേക്കുന്ന് തല്ലി ഓടിക്കാൻ തന്നെയാ. പോണ വഴിയിൽ ദേ കുറേ ഡോഗ്സ് നിൽക്കാണ്. ദേ നോക്കി കണ്ടാ, അവിടെ ദേ 2 എണ്ണം നിൽക്കുന്നുണ്ട്. കുറേ എല്ലാവരും ടീമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കയ്യിൽ ദേ വടിയായിട്ട് പോകുന്നത്. ഇവിടെ ഒരു റെയിൽവേ ട്രാക്കൊക്കെ കാണുന്നുണ്ട്. ഇത് ഗുഡ്സ് ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ പോകുന്നതിൻ്റെ. ഇവിടെ ഒരു കുതിരേൻ്റെ ഫാം കാണുന്നുണ്ട് കേട്ടോ. നോക്കി കണ്ടോ, ഉള്ളിലൊക്കെ കുതിരയുണ്ട്. ഞാൻ ഉള്ളിലേക്ക് പോവാന്ന് പുള്ളിക്കാരോട് ആക്ഷൻ കാണിച്ച് പുള്ളിക്കാർ നോന്ന് പറഞ്ഞു. ചുസി ഓക്കെ, നോ നോ നോ. നേരെ പോവാന്നാണ് പറയുന്നത്, അങ്ങോട്ട് പോണ്ടെന്നാണ് പറയുന്നത്. ആ ആക്ഷൻ എനിക്ക് മനസ്സിലായില്ല. ഓ, അടച്ചിട്ടേക്കാന്നാന്ന് തോന്നുന്നു. കാരണം അവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നേരെ പോകുമ്പോ കുറച്ച് ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങ് ആ സൈഡിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിയേ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, ഒന്നുമില്ല. ആൾക്കാരത് സൈക്കിൾ ചെയ്ത് പോകുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ. സൈക്കിളും പിന്നെ ബൈക്കൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ഓലാ കണ്ടോ, ഇവിടെയൊക്കെ ആ സൈഡിലൊക്കെ കുറേ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ മരുഭൂമി പോലെ തന്നെ ഇവിടെ എല്ലാം കിടക്കുന്നത്. Casi casi es a donde fuiste a Tecapana, así está igual aquí también allá, es lo mismo. ഓക്കെ, ഞാൻ തെക്കാപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ച് ദിവസം. ഇന്നലെ രാവിലെ. അപ്പോൾ അവിടുത്തെ വില്ലേജിൽ പോയപ്പോൾ ഫിഷിങ് അങ്ങനെയൊക്കെ കണ്ടോ, അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ ദേ കുറേ ബോട്ട് കാണുന്നുണ്ട്. ഇതുപോലത്തെ ബോട്ടിലാണ് ഇവരും പോയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ പോലെ ബോട്ട് പാർക്കിംഗ് ആണിത് കണ്ടോ. സ്പീഡ് ബോട്ടാണെന്ന് തോന്നുന്നു, അതുപോലത്തെയാണ്. ഫിഷിങ്ങിന് പോകുന്ന ബോട്ടാണെല്ലാം. വെള്ളത്തിൽ തന്നെയാണ് അവരിവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഇതിൻ്റെ അപ്പുറയാണ് അതിൻ്റെ കടൽ വരുന്നത്. ദേ നമ്മളെ ഹായ് ഓലാ വിയൻ. ഇത് പുള്ളിക്കാരുടെ ഹസ്ബൻഡ്. ഞാൻ വീട്ടിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ ദൂരെ കണ്ടപ്പോൾ ഇത് ആരാണാവോ എന്ന് ആലോചിച്ചു. ഹലോ ഓല. ഓ, ഇത് അവരുടെ ഒരു ഷെഡ് പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അതെ, അവര് മീനൊക്കെ വിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പഴയൊരു കെട്ടിടമാണ് കാണുന്നത്. ഇവിടെ ഇരുന്ന് ആടാനുള്ള ഹാമൊക്കൊക്കെ കാണുന്നുണ്ട് കണ്ടോ. കുറേ നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് വെളുപ്പിനാണ് പോകുന്നതെന്ന് മീൻ പിടിക്കാനൊക്കെ. ഇപ്പം എല്ലാ വണ്ടിയും ഇവിടെ തന്നെ നിർത്തിയിട്ടേക്കുന്നുണ്ട്, എല്ലാ ബോട്ടും. ബോട്ടിന് പോകാനായിട്ട് ഒരു കനാല് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതേ അങ്ങ് ദൂരെല്ലാം ആൾക്കാർ ബോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എൻ്റെ അടുത്ത് ബോട്ടിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി വരുന്നില്ല കേട്ടോ. കം യു കം കം കം. നോ നോ സ്കേർഡ്. Wait. Yo no sé. ¿Te grabo yo a ti o qué? നോ വീഡിയോ എടുക്കണോ എന്നാണ് ചോദിച്ചത്. അയ്യോ, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. Come with me. Venga conmigo. Okay. ഓക്കെ, ഞാനിതാ കേറാൻ വേണ്ടി പോവാട്ടോ. അയ്യോ, ദേ ഇത് വഴി വേണം കേറാൻ. ഇവൻ ഇത് ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ, അവർത്തി പിടിക്കുക കേട്ടോ. എൻ്റെ അമ്മ, വെള്ളം ഒന്നാമത് പേടി, രണ്ടാമത് ഓക്കെ.
Okay. Wait. Oh. Hi, sit down. Sit down? Okay. Oh. You are not coming? പുള്ളിക്കാരിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല കേട്ടോ എൻ്റെ കൂടെ. ഞാനെന്താ ഇയാള് മാത്രമേ ഉള്ളൂ. ഒരു കോല് വെച്ചിട്ടാണ് ചുമ്മാ കറങ്ങുന്നത്. അടിപൊളി. എന്തായാലും പോയി നോക്കട്ടെ. ഇപ്പം അടിപൊളിയാണ് കേട്ടോ. നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു സ്ലോ ആയിട്ട് പോയാൽ മതിയെന്ന്. അതുകൊണ്ട് നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. ആ കനാലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവാണ്. ഇപ്പം നല്ല സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി. മറ്റേ കയാക്കിംഗ് ഒക്കെ ചെയ്യില്ലേ. ഇവിടെയും കുറേ ബോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഹാമൊക്കെ കെട്ടിയിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. ഫുൾ വൈബായിട്ട് ആൾക്കാരിക്കുന്നു. ഓലാ ആരാന്ന് നോക്കുന്നത്? എസ്പാനിയോ? ഞാൻ ആരാ എന്താന്നൊക്കെ ആളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് വന്നതെന്ന്. നോക്ക് തുഴയുന്നത് ഒരു ജസ്റ്റ് ഒരു കോല് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ പിന്നെ എക്സ്പേർട്ടാണ്. പിന്നെ അവരുടെ ലൈഫിൽ എന്താ പറയുക, അവരുടെ ജോബ് തന്നെ മീൻ പിടിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെയൊക്കെ നോക്കിയേ കുറേ മലയാണ് കാണാൻ പറ്റുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഒരു മലകൾ. ഈ ഏരിയയിൽ ക്യാമ്പ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. കാരണം വെള്ളമുണ്ട്, പിന്നെ പരന്ന് കിടക്കുന്ന സ്ഥലമുണ്ട്. അടിപൊളി. സേഫും ആണ്. ഈ ഏരിയ ഒക്കെ സേഫാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഏരിയയും സേഫ് അല്ലെങ്കിലും ഇവിടെയൊക്കെ ലോക്കൽ ആൾക്കാർ മാത്രമേ വരൂ. പുറത്ത് ആൾക്കാരൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. നല്ല വ്യൂ ആയിരിക്കും. സ്കൈ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും നൈറ്റെല്ലാം. നൈറ്റ് പിന്നെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ചൂട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചൂട് ഓൾമോസ്റ്റ് എല്ലാം കുറഞ്ഞു. നൈറ്റ് ആകുമ്പോഴേക്ക് നല്ല തണുപ്പാവും. ഇപ്പോഴേ ഇതുവഴി ഇത് ചാടിപ്പോയി. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മീൻ ചാടി. ഫിഷ് ജമ്പ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ചാടിപ്പോയി. അപ്പൊ ഇതിലെല്ലാം ഇഷ്ടംപോലെ ഫിഷ് ഉണ്ട് കേട്ടോ. മീന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ചുമ്മാ അതെടുത്ത് ഇങ്ങോട്ട് ചാടി. അയ്യോ അത് പുറത്തേക്ക് ചാടാൻ നോക്കുന്നു. എൻ്റെ അമ്മ പിടിക്കട്ടെ. അടിപൊളി. ഇങ്ങനെയാണോ മീൻ പിടിക്കുന്നത്? സിമ്പിളായിട്ട് മീൻ ഇങ്ങോട്ട് വന്ന് ചാടുവാണല്ലോ. ചത്തു തോന്നുന്നു. ചത്തില്ല. ചത്ത പോലെ കിടക്കാമെന്ന്. ഇത് നോക്ക്, 2 എണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കൊള്ളാട്ടോ പരിപാടി. മീൻ പിടിക്കാണ്ട് തന്നെ മീൻ വന്നിട്ട് നമ്മളതിൽ വന്ന് ചാടുക. എന്തൊരു എളുപ്പമുണ്ട്. കണ്ടോ ഇവിടെ കിടന്ന് പെടയുന്നു. അത് അത്യാവശ്യം നല്ല വലിയ മീനാണ് കേട്ടോ. ഇത് കൊള്ളാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് അങ്ങോട്ട് ചാടിപ്പോയിന്ന്. അതുപോലെ 2 എണ്ണം ചാടിയതാ. 2 ഇതിൽ കുടുങ്ങിപ്പോയി. നമുക്കിതിന് കഴിക്കാം, വെച്ച് തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും ഫ്രഷ്. എൻ്റെ അമ്മ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. അവിടെയൊക്കെ അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ കുമ്പള പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നോക്കി. അവിടെ ഉണ്ടോ മറ്റേ എന്താ പറയാ, മറ്റേ ഒരു സംഭവം. അതിന്റെ പേര് കിട്ടുന്നില്ല എൻ്റെ വായിൽ. അവിടെ പോയിട്ട് കറങ്ങി തിരിച്ച് പോണു. മീന് ചാടി. ഇങ്ങോട്ട് ചാട്. അത് തിന്നാലോ. അതുവഴി ചാടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല വ്യൂ ആണ് കാണുന്നത്. അങ്ങ് ദൂരെ എല്ലാം മൗണ്ടെയിൻസ് ആണ് കേട്ടോ കാണുന്നത്. ആ ഏരിയയിലെല്ലാം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് നിഴല് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? അതെല്ലാം മൗണ്ടെയിൻസ് ആണേ. ഇവിടെയുള്ള മീനിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു റിലാക്സിങ് ആണെന്നറിയോ. ഭയങ്കര അടിപൊളി. നമ്മൾ സ്വയം കയാക്കിങ് ചെയ്യൂലേ, ആ ഒരു സെയിം ഫീലിലാണ് ഉള്ളത്. ഭയങ്കര അടിപൊളി റിലാക്സിങ് ആണ് എന്തായാലും. ഇവിടെ കാണുന്ന ചെടികളൊക്കെ മാംഗ്രൂവ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ആഴം ഇല്ലാന്നൊക്കെ തോന്നും, പക്ഷെ നല്ല ആഴുണ്ട് കേട്ടോ ഇതിന്. ഓക്കെ. ആ കാണുന്ന മൗണ്ടെയിൻ എന്തോ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഒരാൾ കിടക്കുന്ന പോലെയാണ് ആ മൗണ്ടെയിൻ ഇരിക്കുന്നത്. അങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പറഞ്ഞാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത്. കണ്ടോ, അവിടെ മൂക്കും
ശരീരം അങ്ങനെ കിടക്കുന്ന പോലെയാണ്. അതിന്റെ ഒരു മൗണ്ടെയിന്റെ പേര് പറഞ്ഞു, അത് ഭയങ്കര ഫേമസ് ആന്ന് പറഞ്ഞു. വേറെ ബോട്ടിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ, മീൻ പിടിച്ചിട്ട് വരുന്നയാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഓലാ മീൻ പിടിച്ചിട്ട് വരുന്നതാണോ എന്താന്ന് അറിയില്ല. അവിടെ ആ പിള്ളേരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പോകുന്നത്. ഓ, പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനും ചെളിയിൽ കളിക്കാനും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണ് കേട്ടോ. നൈസ്. ഓലാ ചെളിയിൽ നടക്കുന്ന നോക്ക് ആ ചെക്കനെല്ലാം. ഇവർക്കെല്ലാം നീന്താനൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ, ചെറുപ്പത്തിൽ തന്നെ വെള്ളമുള്ള ഏരിയയിലായതുകൊണ്ട്. എന്താ കാണിക്കുന്നത്, കടന്ന് പെനയുന്നുണ്ട് വെള്ളത്തിലും ചെളിയിലൊക്കെ. ഓ എൻ്റെ അടുത്ത് പറയാ നാളെ ഇതിപ്പോ തുഴഞ്ഞു വേണ്ടേ പോവാൻ. ഇപ്പൊ മീൻ പിടിച്ച് വന്നാന്ന് പറഞ്ഞ ആൾക്കാരില്ല, അവരിൽ മോട്ടർ ഉണ്ടല്ലോ, അതാകുമ്പോ സ്പീഡിൽ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ പോവാന്ന് പറയുന്നേ. അപ്പൊ ഇവർക്ക് എന്നെ വിടാൻ ഉദ്ദേശമില്ല, അല്ലെങ്കിൽ അവര് നാളത്തെ കാര്യം പറയില്ലല്ലോ. നാളെ ഞാൻ പോവാന്ന് അവരോട് പറഞ്ഞതാ. അവര് മീൻ പിടിക്കാൻ പോയതാന്ന് തോന്നുന്നുണ്ട്. പൂച്ചകളൊക്കെ ഇങ്ങനെ ഓടിക്കൂടുന്നുണ്ട് കേട്ടോ. എന്തോരം പൂച്ചകളാ, പൂച്ചയും നായയും ഒക്കെ ഓടിക്കൂടുന്നുണ്ട്. ഓക്കെ, കണ്ടാ കറുത്ത കളറില് 2 പൂച്ച, വെളുത്ത പൂച്ച. ദേ എന്തോരം പൂച്ച, അമ്മേ എനിക്ക് പേടിയാണു. ഒന്നുമില്ല, ഇതിലൊന്നുമില്ല, പോ 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 പോ, ഇതിലൊന്നുമില്ല. എന്റെ മീനെടുത്ത്, എന്റെ മീൻ, എന്റെ മീൻ അതെടുത്ത് പട്ടി. ഞാനത് ഫ്രഷ് ആയിട്ട് തിന്നാൻ വെച്ചതാ. എടാ നോക്കടാ, തിന്നല് കഴിഞ്ഞുട്ടാ. ഞാനിത് ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പൂച്ചക്ക് കൊടുക്കൂല, എനിക്ക് വേണം. അയ്യോ പൂച്ച എനിക്ക് പേടിയാവണം ഉമ്മ. അത് ഐസ് ഇട്ടിട്ട് കൊണ്ടുവന്നേക്കുന്നേ. അയ്യോ ഇത് പണിയാണ്. എന്റെ കയ്യിൽ നിന്ന് പൂച്ച കടിച്ചു പറിക്കുമോ എന്തോ. അതേ പോണോക്കെ, എന്റെ മീനായിട്ട് പോണുണ്ടോ അത്. ദേ പൂച്ച വന്ന് ആക്കണോക്കി. രണ്ടമ്മോ അവരുണ്ടോ മീൻ ഇങ്ങനെ കവറിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുക. പൂച്ചകൾ വന്നതൊക്കെ, പൂച്ചകൾക്കൊക്കെ കുറെ കടി കിട്ടീന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ടാണ് എല്ലാത്തിന്റെയും മുഖം എന്തോ പോലെ അതിന്. ഇത് നമുക്ക് തരികയാണോ? ഓ താങ്ക് യു. ദേ എനിക്ക് തന്നട്ടോ മീന്. ഓ അടിപൊളി, നല്ല ആൾക്കാര്. ദേ നോക്ക്. ഓ അവര് ദൂരെ നിന്ന് പിടിച്ചോണ്ട് വരുന്നോണ്ടാണ് ഐസിലിട്ടത്, പക്ഷെ അത് ഫ്രഷ് തന്നെയാണ്. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം ആയതുകൊണ്ട് മാത്രം. നോക്കിയേ പൂച്ച നോക്കണോക്കി, അതിന്റെ ഉള്ളില് തപ്പും. അതെ കുറെ മീൻ തന്നട്ടോ എൻ്റെ അമ്മോ. ഇവരെല്ലാരും ഫിഷ് ചെയ്യുന്ന ആൾക്കാരും നൈബേഴ്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും, ഫ്രണ്ട്സും. ഇതൊരു 3 കിലോ മിനിമം ഉണ്ടാവും, 3 കിലോ ഉണ്ടാവും കേട്ടോ. നല്ല വലുതാണ്. ഗ്രാസിയാസ് ചാവ്. ഞാനിതാ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. എന്ത് വലുതാ നോക്ക്, കണ്ടോ? ഇതുപോലത്തെ കുറെ മീനാ എനിക്ക് തന്നേക്കുന്നേ. ഞാൻ ഇന്ന് അതൊക്കെ പൊരിച്ച് തിന്നും. നോക്കോ, മീൻ എൻ്റെ ജീവൻ, അതുകൊണ്ടാണ് ഞാനിവിടെ വിട്ടു പോവാത്ത. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട് മീന്. ഫൈനലി നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ, തിരിച്ചെത്തിയിട്ടുണ്ട്. മീനൊക്കെ ഞാൻ ബാഗിലിട്ടിട്ടുള്ളത്. ഫിഷ് പെസ്കാദോ. ഒരു മീൻ പോയെന്താ 4 വലിയ മീൻ എനിക്ക് കിട്ടി. ഇതേ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇവരും മീൻ പിടിക്കാൻ പോയിട്ട് വന്നയാന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മളെ വീട്ടില് അവര്. അല്ല ഇത് നമ്മളെ ഇവരുടെ, ഞാൻ മോനാന്ന് പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ, ആളാണ്. ആ മോനല്ല, അത് ഇവരുടെ സിസ്റ്ററിന്റെ മകനാണത്. അവര് മീൻ പിടിക്കാൻ പോയിട്ട് വന്നെന്ന് തോന്നുന്നു. മീൻ കിട്ടിയില്ലേ, അതോ സേവ് ചെയ്ത് വെച്ചേക്കാണോ? മീന് സേവ് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഇവർക്ക് കിട്ടിയാലും പൂച്ചയും പട്ടിയെല്ലാം വന്ന് എടുക്കൂലേ, അതായിരിക്കും. പിന്നെ ഈ കാണുന്നൊരു സംഭവം കണ്ടോ, ഇത് പാം ട്രീന്റെ എന്തോ ഇതാന്ന് തോന്നുന്നു. ഓലയാണ് എന്തായാലും. വീട് കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ടോ, വീട് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള ഓലയാണിത്. ഞാൻ ചോദിച്ചത് എന്താന്ന്, അപ്പൊ അവര് പാൽമ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, ഓ പേടിപ്പിക്കാനായിട്ട് ഡോഗ് കണ്ടാ. അതെല്ലാം ഓല വെച്ചിട്ടുണ്ടാക്കിയ വീടാണ്. ഇതിന്റെ ഉള്ളിലും മീനുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. ഇതാ ഇവർക്ക് ഐസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെപ്പോ പോയതാന്ന് അറിയില്ല കേട്ടോ, ചോദിച്ചോട്ടെ. പലതരത്തിലുള്ള മീനുണ്ട് നോക്കി, എല്ലാ ടൈപ്പും എല്ലാ ഷേപ്പിലുള്ള വലിയ മീനെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇവരോട് ഇവർ എത്ര മണിക്കാ ഫിഷിന് പോയിട്ട് വന്നേന്നൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പോണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്താ പറയണേന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, എനിക്ക് പിന്നെ പേടിയാണ് വെള്ളമൊക്കെ. Pero mañana vas a aguantar esto todo el día, estar allá pescando, sacando pescado.
We are going to enter. This is the day you are going fishing. ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. Como tú quieras. കൂടെ പോവാന്നാണ് പറയുന്നത്. 20 മണിക്കൂർ എടുക്കുന്നു. പോണെങ്കിൽ കുഴപ്പമില്ല പൊക്കോ, പക്ഷെ 20 മണിക്കൂർ എടുക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ്. ഇതൊക്കെ കാറ്റസ് ഇതാണ് കേട്ടോ കാണുന്നത്, കള്ളിമുൾ ചെടി. ഇത് ഇവർ കഴിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവർ തന്ന ഫുഡിൽ ഇതുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ച്. ആ മീൻ ചാടിയപ്പോൾ കയ്യിലൊക്കെ വെള്ളമായിട്ടോ, വെള്ളം മാറിയിട്ട് ഇപ്പം അത് ഉപ്പായി മാറി. നോക്ക്, പാട് പോലെ പിടിച്ചേക്കുന്നുണ്ടാ, അത് ഉപ്പായതാണ്. നോക്കി, എവിടെയൊക്കെ വെള്ളമായോ അവിടെയൊക്കെ ഇപ്പോൾ വെള്ള കളറിൽ ഉപ്പായിട്ടുണ്ട്. ഉപ്പാണ്, വെള്ളത്തിൽ മൊത്തം ഉപ്പായതുകൊണ്ട്. നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ രാവിലെ ഞാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ. No que te vas a venir a pescar mañana y dice que te vas a ir a Tepic. ¿Cómo le vas a hacer? എന്താണ്, ഇല്ല നാളെ ഞാൻ ഫിഷിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ നാളെ തെപ്പിക്ക് പോവാ, രണ്ടും കൂടെ എങ്ങനെ ചെയ്യണേന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ ആള് നേരത്തെ പറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ, മോട്ടോർ ടുമാറോ അങ്ങനെ പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പോൾ നാളെ ഫിഷിങ്ങിന് കൂടെ വരാനാണ് പറയുന്നത്. ആക്ച്വലി അവർ ഫിഷിങ്ങിന് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഒരു 20 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂർ എടുക്കില്ല എന്ന് തോന്നുന്നു. പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പോണ്ടേന്ന് ഞാൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ ദേ കുതിരേനെയൊക്കെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകണം, കാണണം എന്ന്. സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഗോ സി. അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്തേ കുതിരേനെല്ലാം കെട്ടിയിട്ടുണ്ട്, കുളി കഴിഞ്ഞെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സണ്ണാണ് കേട്ടോ. അപ്പം നോക്ക്, അവിടെ സ്കൈയും സണ്ണും എല്ലാം അടിപൊളി. അല്ല ഉണ്ടാ നേ കുതിരയൊക്കെ കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. നോക്കി, ബ്ലാക്ക് കളറിൽ നല്ല രസമുണ്ട്. ആ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ കുതിരയെല്ലാം തിളങ്ങുന്നു, പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു കുതിര. ഈ കുതിരകളൊക്കെ ഉപയോഗിക്കുന്നത് ഹോഴ്സ് റൈഡിങ്ങിനും ഹോഴ്സ് റേസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ. നോക്കി, അതിനെ കെട്ടിയിട്ടേക്കാണ് അതിൻ്റെ ഉള്ളിൽ. പുറത്തേക്ക് വരില്ലായിരിക്കും, അത് അടച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, ദേ ഓരോന്നിനും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, പല കളറിലാണുള്ളത്. കണ്ടോ, ഓ ദേ നോക്കി, കണ്ടോ ഉള്ളിലിങ്ങനെ നിൽക്കുന്നു. ഓരോന്നിനും ഓരോ കൂട്ടിലാക്കി ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, കണ്ടോ ഫാനൊക്കെ ഇട്ടിട്ടുള്ളത്. ഓ ചൂടല്ലേ, അതുകൊണ്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. കറുത്ത കളറിലും എല്ലാ കളറിലുള്ള കുതിരയും കാണാം. നോക്ക്, ഓ ഇതെല്ലാം വലിയ കുതിര. ഇവിടെ മൊത്തത്തിലൊരു കുതിരയുടെ സ്മെല്ല. ഓ ഈ പുല്ല് കുതിരക്കുള്ള പുല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഇതുപോലത്തെ പുല്ല് കുറേ കണ്ടായിരുന്നു. ദേ അവിടെ എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇത് ഇവിടെ ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല ഒരു കുഞ്ഞു ബേബിയൊക്കെ ഉണ്ട്. അല്ല പുള്ളിക്കാരി ഇത് ഇവരുടെ അടുത്തൊക്കെ പറയാണ് കേട്ടോ, പോണ്ടാന്നൊക്കെയാണ്. അതായത് കണ്ടോ, പുള്ളിക്കാരിക്ക് പോണ്ടാന്നാണ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. വൈകുന്നേരം ആയ സമയത്ത് ശരിക്കും ആ ഒരു വില്ലേജ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കിളി 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 കിളിന്ന് ഓരോ സ്ഥലത്തുനിന്നും സൗണ്ട്. പിന്നത് മൊത്തത്തിലൊരു സൈലൻസും പീസ്ഫുളും. ഓ അതാണ് വഴി. ഓക്കെ, ഞാൻ അങ്ങനെ നടന്നു പോവാ. ഇതാണ് കേട്ടോ വഴി. ഞാൻ അതാണ് വഴിന്ന് വിചാരിച്ച്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ, പാർക്കിങ്ങും. അതായത് പാർക്കിംഗ് കണ്ടോ, ഓല വെച്ച് മേഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ കിച്ചൺ അങ്ങനെ ആയിരിക്കും. കിച്ചണും ബാക്കി സ്റ്റോർ റൂം അതൊക്കെ പുറത്ത് അവരിങ്ങനെ ഓല വെച്ചുണ്ടാക്കിയ വീടായിരിക്കും. മോർ ഫിഷ്. ദേ ഒരുപാട് ഫിഷ്. ദേ കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. അത് ഒരേ ടൈപ്പ് ഫിഷാ. ഓ വേണ്ടാ, ഒരേ ടൈപ്പ് ഫിഷ് അവർ ഒരേപോലെ ആക്കി വെച്ചേക്കോന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം ആ ടൈപ്പാണ് കാണുന്നത്. ഒരെണ്ണം മാത്രം വലുതുള്ളൂ അതിൻ്റെ, അതും അതേ ടൈപ്പ് തന്നെയാന്ന് തോന്നുന്നത്. കണ്ടോ, ദേ ഇതൊക്കെ അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനാന്ന് തോന്നുന്നു, വിൽക്കാൻ. ഇവിടെ ഞാനിതൊരു പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പേരയ്ക്കൊക്കെ എന്താ മധുരം, എന്താ ടേസ്റ്റ് എന്നറിയോ? ഞാൻ കുറച്ച് മുന്നേ ഞാൻ കഴിച്ച പപ്പായ ഉണ്ടല്ലോ, ആ പപ്പായ ഇവിടെ ഉണ്ടായ പപ്പായ ഭയങ്കര ടേസ്റ്റ്, നല്ല മധുരം. ഞാനേ നേരത്തെ ആ പൂച്ചയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. എന്തായോ എന്തോ എൻ്റെ സൺഗ്ലാസിൻ്റെ കവറ്, എൻ്റെ വാട്ടർ ബോട്ടിലെല്ലാം മീനായിട്ടുണ്ടാവും. എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി,
ഇതെന്റെ മൈക്ക് അതേ ഇരിക്കുന്നു മീൻ ഇവിടെ നനഞ്ഞു വിളിഞ്ഞിരിക്കുന്നു. ഇവിടത്തെ മീൻ പൊരിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. നോക്കിയേ കണ്ടാ, അവിടുന്ന് പിടിച്ച ആ മീൻ അങ്ങനെ പൊരിക്കാൻ ഇട്ടേക്കാണേ. ഇവിടെ അവരങ്ങനെ മസാല ഒന്നും ഇടൂല, ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിൽ പൊരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ സാൽസ ഉണ്ടാവും, സാൽസയ്ക്ക് ചെറിയ എരിവും ഇതൊക്കെ ഫ്ലേവർ ഒക്കെ ഉണ്ടാവും. കൊത്തി 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 അല്ലാ കൊത്തി കൊത്തി എന്നെ കൊത്തില്ലേ. നമ്മളെ ഇന്ത്യയില് തത്തമ്മേനെ വളർത്താൻ പറ്റൂലല്ലോ, ഞാനത് അവരോട് പറയുന്നത്. ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് ചാട്, ആ ചാട്, കൊത്തിടന്നെ. ധൈര്യപൂർവ്വം ഞാനിതാ എടുക്കുകയാണ്. അയ്യോ ഇങ്ങോട്ട് വരരുത്, അവിടെ നിക്ക്, ഇങ്ങോട്ട് വാ, കൊത്തല്ലേ. യോ ഇവിടെ നിക്കുള്ളൂല്ലേ. ഓക്കെ ഓക്കെ, വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ ഇവിടെ നിക്കാൻ പറ, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. ഓക്കെ ഓക്കെ, ഹായ്. എന്നെ കൊത്തണ്. എന്നേരം നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, സംസാരിക്കോ. കൊത്തുന്നടാ, കൊത്തുന്നത് കൊത്തുന്നത് കൊത്തുന്നത്. ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുതിയ സാൽസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. അതായത് പുള്ളിക്കാരനാണ് ഇത് പറഞ്ഞത്. എൻ്റെ വൈഫ് അമ്മയാണ്, എന്താ പറയുക, അവളുടെ മകളാണ് ഞാൻ. അങ്ങനെയാണ് ഇതിൽ എനിക്ക് അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങളിന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ അമ്മയെ പോലെ കണ്ടോ അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഇന്ന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ആ ഒരു പൊക്കോട പോലത്തെ സാധനം, അതും പ്രോൺസ് ഒക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുള്ളൊരു സംഭവം, അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, muy bien, delicious. എൻ്റെ അടുത്ത് നാളെ പോണ്ട, വിഷമാവും, കരയും എന്നൊക്കെയാണ് പറയുന്നത്. മമ്മയാണ് പപ്പയാണ്. ഓക്കെ മമ്മ. നമ്മളിതാ കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് അടിച്ചപ്പോ ആളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായില്ലേ, അപ്പൊ അവര് വീട്ടിൽ വന്നേക്കട്ടോ. ഓലാ ഓലാ, അവരിവിടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പൊട്ടാറ്റോ ഉണ്ട്, ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് ബീൻസ് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ വല്ലാണ്ട് കുറുക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ അതേ പ്രോൺസ് ഇത് വെച്ച് എന്തോ അവര് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പുള്ളിക്കാരി ഇത് ഈ വീട്ടിൽ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, പപ്പയും അമ്മയായെന്നൊക്കെ. പപ്പ മമ്മ. പിന്നെ ഇന്നുണ്ടായ കാര്യങ്ങൾ, ഓരോ വിശേഷങ്ങളും ഒക്കെ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാണ് കേട്ടോ. അല്ല ഓക്കെ ബൈ, ചാവ് 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 ബൈ. പുള്ളിക്കാരിക്ക് 5 മക്കളാണ് കേട്ടോ. 4 മക്കൾ ഇവിടെ ഉണ്ട്. ഒരാള് പിന്നെ ഇന്നലെ കണ്ടില്ലേ, അവരുടെ മോനാണെന്ന് ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചില്ലേ. ഇന്ന് മീൻ പിടിക്കാൻ പോയപ്പോ കണ്ടില്ലേ, അവര് കല്യാണം കഴിഞ്ഞോണ്ട് വേറെ വീട്ടിൽ പോയി താമസിക്കുന്നു. ഇവിടെ ആണായാലും പെണ്ണായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഒറ്റയ്ക്ക് ഒരു വീട് എടുത്തിട്ട് താമസിക്കും. ഫ്രീദ ഫ്രീദ ഓ എന്തോ കയ്യിലെടുത്തോണ്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ. ഫ്രിദ അല്ല ഫ്രീദ, എന്തായിരുന്നു ഫ്രീയ, അങ്ങനെ എന്താ പറഞ്ഞ. തണുപ്പാണ്, രാത്രി നല്ല തണുപ്പാണ്. ഫ്രീയ ഫ്രീയോ 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 ഓക്കെ ഓക്കെ ഫ്രീയോ. തണുപ്പിന് ഫ്രീയോ ഫ്രീയോ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിതാ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. നൈറ്റ് ആയപ്പോൾ പിന്നെ നല്ല തണുപ്പാണ്. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഫാനൊക്കെ കുറച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഓഫ് ചെയ്യും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.